أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ياسين والقرآن الحكيم إنك لمن المرسلين على صراط مستقيم تنزيل العزيز الرحيم لتنذر قوما ما أنذر آباؤهم فهم غافلون. സദഖല്ലാഹുൽ അദീം. പ്രിയപ്പെട്ടവരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്ത് യാസീൻ്റെ ആദ്യത്തെ 6 ആയത്തുകളാണ് ഓതിയിട്ടുള്ളത്. വളരെ കൂടുതൽ പേര് ദിവസവും പാരായണം ചെയ്യുന്ന സൂറത്താണ് സൂറത്ത് യാസീൻ. അതുകൊണ്ട് തന്നെ എന്താണ് ആ യാസീൻ പ്രതിപാദിക്കുന്ന വിഷയമെന്ന് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ്. ഇൻഷാ അല്ലാഹ് നമ്മളത് പഠിക്കാൻ ഒരുങ്ങുകയാണ്. പഠിപ്പിക്കാൻ നിങ്ങളും നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി തയ്യാറാകണമെന്ന് കൂടി ഉണർത്തുകയാണ്. ഈ സൂറത്തിൻ്റെ ആദ്യം മുതൽ അവസാനം വരെ ആയത്തൊന്നും പെട്ടെന്ന് കണ്ടുപോകുന്നതിന് പകരമായി വളരെ ശ്രദ്ധയോടുകൂടി പഠിക്കാൻ തീരുമാനിക്കണമെന്ന് ഉണർത്തുകയാണ്. അർത്ഥത്തിലേക്ക് വരാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാസീൻ യാസീൻ വൽ ഖുർആനിൽ ഹകീം. തത്വസമ്പൂർണമായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. യുക്തിയുക്തം സംസാരിക്കുന്ന വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. ഇന്നക ലമിനൽ മുർസലീൻ. ഇന്നക തീർച്ചയായും താങ്കൾ, ലമിനൽ മുർസലീൻ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ പെട്ടയാൾ തന്നെയാണ്. തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ പെട്ടവർ തന്നെയാണ്. അലാ സിറാത്തിൻ മുസ്തഖീം. അലാ സിറാത്തിൻ, താങ്കൾ ഒരു വഴിയിലാണ്, ഒരു മാർഗത്തിലാണ്. മുസ്തഖീം, ചൊവ്വായ, നേരെയായ. താങ്കൾ നേരായ ചൊവ്വായ മാർഗത്തിൽ തന്നെയാണ്. തൻസീലൽ അസീസിർ റഹീം. തൻസീല, ഇത് അവതരിക്കപ്പെട്ടിരിക്കുന്നു, അവതരിക്കപ്പെട്ടതാണ്. അൽ അസീസിർ റഹീം, പ്രതാപശാലിയായ കരുണാനിധിയായ റബ്ബിൽ നിന്ന്. ഇത് പ്രതാപശാലിയായ കരുണാനിധിയായ റബ്ബിൽ നിന്ന് ഇറക്കപ്പെട്ടതാണ്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയിട്ടാണ് ഇത് ഇറക്കിയിട്ടുള്ളത്. ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടി. മാ ഉൻദിറ ആബാഉഹും, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ല. പിതാക്കന്മാർക്ക് മുന്നറിയിപ്പ് നൽകപ്പെട്ടിട്ടില്ലാത്ത ഒരു വിഭാഗത്തിന് വേണ്ടി അവർക്ക് മുന്നറിയിപ്പ് നൽകാനാണ് ഇതിറക്കപ്പെട്ടത്. ഫഹും ഗാഫിലൂൻ, അവരാകട്ടെ അശ്രദ്ധരുമാണ്, അവരശ്രദ്ധരായി ജീവിക്കുന്നവരുമാണ്. ഇവിടെ യാസീൻ എന്നത് യാ ഇൻസാൻ എന്നൊക്കെ പണ്ഡിതന്മാർ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ യാസീൻ എന്നുള്ളത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിക്കുന്ന പേരായിട്ട് മനസ്സിലാക്കിയാണ് ഏറ്റവും നല്ലത്. ഓ യാസീൻ, യാസീൻ നബി, യാസീനെ എന്നൊക്കെ വിളിക്കുന്ന രൂപത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സംബോധന ചെയ്യുകയാണ്. വൽ ഖുർആനിൽ ഹക്കീം, തത്വസമ്പൂർണമായ വിശുദ്ധ ഖുർആൻ തന്നെയാണ് സത്യം. വിശുദ്ധ ഖുർആൻ
തത്വസമ്പൂർണമാണ്. അതായത് ഈ ഖുർആനിൽ വളരെ തത്വജ്ഞാനത്തോടു കൂടിയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അത് എന്നെന്നും ജീവിക്കുകയും യുക്തിയുക്തമായി സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് അള്ളാഹു ഇറക്കിയിട്ടുള്ളത്. ഈ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യവും 1400 വർഷങ്ങൾക്ക് മുമ്പ് ഈ ഖുർആനിൽ പറഞ്ഞ ഒരു കാര്യവും ഒരാൾക്ക് പോലും നിഷേധിക്കാനോ എതിർക്കാനോ പറ്റിയിട്ടില്ല, ഒട്ട് പറ്റുകയുമില്ല. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽപ്പെട്ടയാളാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധന പ്രവർത്തനങ്ങൾ തുടങ്ങിയപ്പോൾ അദ്ദേഹം കള്ളസത്യം നടത്തുന്ന ആളാണ് എന്ന് പറഞ്ഞുകൊണ്ടും അതുപോലെ തന്നെ ഗ്രഹപ്പിഴ ബാധിച്ച ആളാണ് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തെ അവർ തള്ളാറുണ്ടായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞു. ആ സത്യം ചെയ്ത് പറഞ്ഞത് ഇവർക്ക് അവസാനം അംഗീകരിക്കേണ്ടി വന്നു. പ്രവാചകത്വത്തിന് മുമ്പുള്ള കാലമെന്ന് പറഞ്ഞാൽ അദ്ദേഹം വാങ്ങുകയും കൊടുക്കുകയും പറയുകയും ചെയ്തിരുന്നതൊക്കെ ഒരു കളവും ഒരിക്കൽ പോലും വരാത്ത രൂപത്തിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവർക്ക് തന്നെ അദ്ദേഹത്തെ അൽ അമീൻ, വിശ്വസ്തൻ എന്ന് വിളിക്കേണ്ടി വന്നിരുന്നു. അങ്ങനെയുള്ള പ്രവാചകനിൽ നിന്നാണ് ആ പ്രവാചകനിൽ നിന്നാണ് ഇവരിത് കേൾക്കുന്നത്. ആ പ്രവാചകനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകത്വം നൽകിയിട്ടുള്ളത്. ഇന്നക ലമിനൽ മുർസലീൻ, തീർച്ചയായും താങ്കൾ പ്രവാചകരിൽപ്പെട്ട ആളാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം കൊണ്ടുവന്ന ഖുർആൻ, അതിനെപ്പറ്റിയും ഒരിക്കലും സങ്കല്പിക്കാൻ പോലും പറ്റാത്ത, മറ്റൊരാൾ ഇതിൽ എന്തെങ്കിലും കൈക്കടത്തകൾ നടത്തിയെന്ന് വിചാരിക്കാൻ പോലും പറ്റാത്ത ഗ്രന്ഥമാണത്. അമാനുഷമാണ്. മനുഷ്യനങ്ങനെ ഒന്നും എഴുതാൻ സാധ്യമല്ല. അതേപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകനിലൂടെ പറഞ്ഞ കാര്യങ്ങൾ അത് അടിക്കടി പുലരുന്നത് ആ ജനത കണ്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു. ഒരിക്കൽ അദ്ദേഹത്തെ നിഷേധിച്ച ആളുകൾ പിന്നെ പിന്നെ അദ്ദേഹത്തിനെ അംഗീകരിക്കേണ്ടി വന്ന സ്വഭാവവും നമുക്ക് കാണാൻ സാധിക്കും. അലാ സിറാത്തി മുസ്തഖീം, താങ്കൾ ഏറ്റവും ചൊവ്വായ മാർഗത്തിലാണുള്ളത്, നേരെയായ മാർഗത്തിലാണുള്ളത്. സിറാത്ത് മുസ്തഖീം എന്ന് പറഞ്ഞാൽ ഏറ്റവും അടുത്തുള്ള ലക്ഷ്യത്തിലേക്ക് ഏറ്റവും അടുത്ത വഴിയാണ് സിറാത്ത് മുസ്തഖീം. കുറേ വരകൾ വരച്ചാൽ അതിൽ ഏറ്റവും നേരെയുള്ള വര, അതാണ് യഥാർത്ഥത്തിൽ സിറാത്ത് മുസ്തഖീം. ആ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കലേക്ക് അഥവാ സ്വർഗത്തിലേക്കുള്ള വഴി, അത് നേർക്ക് നേരെയുള്ള വരയാണ്. ഒരു വളക്കവും ഇല്ലാത്ത, ഒരു വക്രതയും ഇല്ലാത്ത സ്ഥലമാണ്. അതുകൊണ്ട് ഈ മതവും അള്ളാഹുവിൻ്റെ ദീനും വളരെ സത്യത്തോടടുത്ത് നിൽക്കുന്ന, അഥവാ സത്യത്തിലേക്ക് ഏറ്റവും അടുത്ത മാർഗമായിട്ട് അള്ളാഹു പരിചയപ്പെടുത്തുകയാണ്. താങ്കൾ സിറാത്ത് മുസ്തഖീമിലാണ്, താങ്കൾ ഏറ്റവും ചൊവ്വായ മാർഗത്തിലാണുള്ളത്. ഈ വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം തൻസീൽ അൽ അസീസ് റഹീം, പ്രതാപശാലിയിൽ നിന്ന്, അതുപോലെ തന്നെ കാരുണ്യവാനിൽ നിന്ന്, കരുണാനിധിയിൽ നിന്ന് ഇറക്കപ്പെട്ട ഗ്രന്ഥമാണിത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നിയോഗിച്ചതാണ് പ്രവാചകനെ. അതുകൊണ്ട് തന്നെ അദ്ദേഹം അജയ്യനായി നിലനിൽക്കും. ദൂതനെ അനുസരിക്കുന്ന ആളുകൾക്ക് നന്മ ഉറപ്പാണ്. അതേപോലെ തന്നെ ദൂതനെ ധിക്കരിച്ച ആളുകൾക്ക് തക്ക ശിക്ഷ കിട്ടുമെന്നതും സത്യമാണ്. അതുപോലെ ദൂതൻ കൊണ്ടുവന്ന സന്ദേശത്തിൽ കഠിനമായ വിലക്കുകളും ചില വിട്ടുവീഴ്ചകളും ഒക്കെ ഉണ്ട്. ഇത് യഥാക്രമം സൃഷ്ടാവിൻ്റെ അജയ്യതയാണ്,
അതോടൊപ്പം തന്നെ സൃഷ്ടാവിൻ്റെ കാരുണ്യവുമാണ്. നമുക്ക് നേർവഴി പറഞ്ഞു തരിക എന്നുള്ളത്, അതിലേക്ക് നമുക്ക് നയിക്കാൻ കഴിയുക എന്നുള്ളത് അള്ളാഹുവിൻ്റെ വല്ലാത്ത കാരുണ്യമായി നമുക്ക് കാണാൻ സാധിക്കും. അതോടൊപ്പം അള്ളാഹു പറഞ്ഞതനുസരിക്കാത്ത ആളുകൾക്കാകട്ടെ ശിക്ഷ നൽകുക എന്നുള്ളത് സൃഷ്ടാവിൻ്റെ അജയ്യതയെ നമുക്ക് മനസ്സിലാക്കി തരികയും ചെയ്യണം. എന്തിനാണ് ഖുർആൻ അയച്ചത്? ഖുർആനും അതുപോലെ തന്നെ പ്രവാചകനെയും അയച്ചിട്ടുള്ളത് ലിതുൻദിറ ഖൗമൻ, ഒരു ജനതയ്ക്ക് മുന്നറിയിപ്പ് നൽകാനാണ്. മാൻദിറ ആബാവുഹും, അവരുടെ പിതാക്കന്മാർക്ക് മുന്നറിയിപ്പുകാർ വന്നിട്ടില്ല. വഹും ഗാഫിലുൻ, ആ ആളുകളാകട്ടെ അശ്രദ്ധരായി ജീവിക്കുകയുമാണ്. മക്കക്കാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരും അംഗീകരിക്കുന്നതാണ്, അവർക്ക് അടുത്ത കാലത്തൊന്നും പ്രവാചകന്മാർ വന്നിട്ടില്ല. ചിലരെങ്കിലും പറയാണ്ട് ജൂതന്മാർക്ക് ഇത് വേണ്ടതില്ല, കാരണം ജൂതന്മാർക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ജൂതന്മാർക്ക് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെന്നുള്ളത് സത്യമാണ്. പക്ഷേ അതേസമയം തൊട്ട് മുമ്പിലുള്ള തലമുറക്ക്, അവരുടെ ആ നിലനിൽക്കുന്ന ആളുകളുടെ പിതാക്കന്മാർക്ക്, അവർക്ക് ദീനീയായ ജ്ഞാനം നൽകാൻ പറ്റുന്ന ഒരു സ്രോതസ്സും അക്കാലത്തുണ്ടായിരുന്നില്ല. ദീൻ പഠിപ്പിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യം നിലനിൽക്കുകയും ദീനീ വിജ്ഞാനത്തിന് പോറലില്ലാതെ വരികയും ചെയ്യുമ്പോൾ അള്ളാഹു പ്രവാചകന്മാരെ അയക്കൂല. ഇവിടെ ആ നിലക്ക് തൗറാത്തിൻ്റെയോ ഇഞ്ചീലിൻ്റെയോ അനുയായികൾ മതം പറയുന്നതനുസരിച്ച് ജീവിക്കുന്ന ചുറ്റുപാട് പ്രവാചകൻ വരുന്ന കാലത്തുണ്ടായിരുന്നില്ല. അന്നുള്ള ആളുകളുടെ പിതാക്കന്മാർക്ക് അള്ളാഹു ദൂതന്മാരെ അയച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സർവ്വലോകർക്കുമുള്ള, സർവ്വ മനുഷ്യർക്കുമുള്ള ഗ്രന്ഥമായി, ജിന്നുകൾക്ക് കൂടിയുള്ള ഗ്രന്ഥമായി ഇത് നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ഗ്രന്ഥം അനുസരിച്ചിട്ട് പോകുന്ന ആളുകൾക്ക് ഒരു നിലക്കുള്ള പ്രയാസങ്ങളും വരില്ല. അതിനെ തള്ളിക്കളയുന്ന ആളുകൾ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുകയുമില്ല. റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാം സഹായിക്കട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.